അപ്പോൾ എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. കുറേ ദിവസം മഴയൊക്കെ തോന്നി നിൽക്കായിരുന്നു. ഇപ്പൊ വീണ്ടും നല്ല മഴ ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ 4 മണിക്കൊക്കെ ഭയങ്കര പെരുമഴ. ഇപ്പൊ ഒത്തിരി കണ്ടില്ലെങ്കിലും തുള്ളി എടുത്ത് നിൽക്കണുണ്ട്, എന്നാലും മഴ തന്നെ. ഇനി അങ്ങോട്ട് വീണ്ടും മഴയാണെന്നാണ് തോന്നുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഓരോ അറിയിപ്പുകൾ. അപ്പൊ കേശുവിന് നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അപ്പൊ കേശുവിന് സ്കൂളിൽ പ്രോഗ്രാം ഒക്കെ ഇന്നാണ്. അങ്ങനെ കേശു ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് സോൾജിയർ ആയിട്ട് പോണേ കേശുവിന്. അപ്പൊ ഇന്ന് പിന്നെ 8:45 എന്തോണി പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് റെഗുലർ ക്ലാസ് ഉണ്ട്. അപ്പോൾ മോന് എല്ലാ സംഭവങ്ങളും കൊണ്ടുപോവുകയും വേണം. അപ്പൊ ഇനി മോന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിട്ട് മഴയൊക്കെ പെയ്ത് തോർന്നിരിക്കുകയാണ്. അപ്പോൾ 2-3 വാഴയില വേണമായിരുന്നു. അങ്ങനെ വാഴയില വെട്ടാൻ വേണ്ടി ഇറങ്ങി. കേശുവും അച്ഛനും ഉണർന്ന് കിടപ്പുണ്ട്. കേശുവിന് 4 മണിക്ക് എണീറ്റെന്ന് പറഞ്ഞില്ലേ. എണീച്ചിട്ട് ഞാൻ പിന്നെ മോൻ ഒന്നുകൂടെ അങ്ങ് ഉറക്കിയില്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ക്ഷീണം വന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടാളും ഉറക്കത്തിലാണ്. ഉറക്കത്തിലെന്നല്ല, പകുതി ഉറക്കം പകുതി ഉറക്കത്തിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇലയപ്പം ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് കേശുവിന് കൊണ്ടുപോകാനായിട്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ ആകുമ്പോൾ നമുക്കും അത് മതി. നമ്മളെപ്പോഴും കാപ്പി നല്ല ലേറ്റായാണ് കുടിക്കണം. ഇനി തൊട്ട് കുറച്ച് നേരത്തെ കാപ്പിയൊക്കെ കുടിച്ച് ശീലിക്കണം. നമ്മൾ ആഹാര രീതിയിൽ ശരിയല്ല, തോന്നുമ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. സമയവും ലേറ്റായി, മോനെ കൊണ്ട് പോവുകയും വേണം. അപ്പൊ ഇന്ന് എനിക്ക് ഇടിയപ്പത്തിന്റെ മാവേ മറ്റേ അത് കിട്ടിയില്ല. നമ്മൾ പച്ചവെള്ളത്തിൽ നനയ്ക്കണ മാവ് കിട്ടിയില്ല. അപ്പൊ ചൂടുവെള്ളത്തിൽ നനയ്ക്കണ മാവാണ് കിട്ടിയത്. അതൊത്തിരി ഒരു പാടാണ്. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നന്നായിട്ട് ഉരുകി വരുമ്പോഴേക്ക് അതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നല്ല ഈസിയാണ് അതൊന്ന് ഇളക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ സാധാരണ ഇവിടെ അമ്മയൊക്കെ ശർക്കര ഇങ്ങനെ ചീകി എടുത്തിട്ടാണ് ചെയ്യണത്. അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ഇതാണ്. പക്ഷെ അമ്മയ്ക്ക് ഇതിനേക്കാളും മറ്റേ രീതിയിൽ ചെയ്യണതാണ് അമ്മയ്ക്ക് കുറച്ചും കൂടെ എളുപ്പം. അപ്പം ഞാനത് ഇങ്ങനെ നന്നായിട്ട് ശർക്കര ഉരുക്കി എടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടും. പിന്നെ ഇവിടെ അവിലും പൊരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കർക്കിടക മാവിന് പടുക്കിടാനായിട്ട് വാങ്ങിച്ച സാധനങ്ങൾ, അവില് പൊരി, പിന്നെ ഒക്കെ അതിൽ ഉണക്ക മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടി അങ്ങ് എടുക്കണം. ഇളക്കി കൂട്ടി എടുത്തിട്ട് കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല മണമാണ്. ഏലക്കായ പൊടിച്ചിടുമ്പോൾ തന്നെ ആ മൊത്തത്തിലുള്ള ആ ഒരു മണം, ആ ശർക്കര അതിൻ്റെ ഭയങ്കര മണമൊന്നും അല്ല, എന്നാലും ആ ഒരു ഇതും ഈ ഏലക്കയുടെ മണവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നല്ല ഒരു മണം വരും. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മാവിലൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കേശുവിന് ഉച്ചത്തേക്ക് ദോശ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ദോശയും കൂടെ ആ സമയം കൊണ്ട് ചുട്ടെടുത്ത്. ഇന്ന് നമ്മളിതാ വാഴയിലയിലാണ് ഇലയപ്പം ഉണ്ടാക്കാൻ പോണത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത് വട്ടത്താമര ഇലയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ആദ്യം വട്ടത്താമര ഇല എടുക്കാമെന്നും പറഞ്ഞാണ് പോയത്. അപ്പോൾ അവിടുത്തെ വട്ടത്താമര മുറിച്ച കാര്യം ഞാൻ കണ്ടില്ല. അവർ മുറിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ വിചാരിച്ച പോട്ടെ വാഴയിലയിൽ ചെയ്യാമെന്ന്. മോന് നല്ല ഇഷ്ടമാണ് ഇലയപ്പം. അങ്ങനെ കുറച്ച് മാവിൽ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല. മോന് കൂടിപ്പോയാൽ ഒരെണ്ണം കൊടുത്തു വിടണം. ചേട്ടനും കൂടിപ്പോയാൽ 1-2 കഴിക്കും. പിന്നെ എനിക്ക് മതിയല്ലോ. അപ്പോൾ അത്രയ്ക്ക് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. മറ്റു സംഭവങ്ങൾ നമ്മൾ കൂട്ടൊക്കെ എല്ലാം സെറ്റായി വന്നത് കണ്ടില്ലേ. ഇനി അതിനെ എടുത്ത് ഇതിലേക്ക് അങ്ങ് വെച്ച് ഒന്ന് മടക്കി എടുത്താൽ മാത്രം മതി. മോനെ, കേശു സ്കൂളിലെ വിശേഷങ്ങൾ ഇന്ന് അങ്ങനെ ആയിരിക്കും അമ്മ, ഇങ്ങനെ ആയിരിക്കും. കാരണം 2 ദിവസം കൊണ്ട് മോന് റിഹേഴ്സലൊക്കെ ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഇഷ്ടം ഇന്നും സ്കൂളിൽ പോകാനായിട്ടൊക്കെ.
എന്നിട്ട് പല്ലൊക്കെ തേച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇലയപ്പം എന്ന് ചോദിച്ചപ്പോൾ ഇതെന്തമ്മ ഇലയപ്പം ഇങ്ങനെ വാഴയിലയിൽ ഉണ്ടാക്കുന്നത്, അവ ഇങ്ങനെ വാഴയിലയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല, ഞാൻ സാധാരണ ഞങ്ങളിവിടെ വട്ടത്താമര ഇലയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഭയങ്കര സംശയമുണ്ടല്ലോ പിള്ളേർക്ക് ഈ സമയത്ത്, എന്ത് കണ്ടാലും സംശയവും. പിന്നെ കുണ്ടനെയാണെങ്കിൽ ഒരു രക്ഷയും ഇല്ലാത്ത കുരുത്തക്കേടുമാണ്. അങ്ങനെ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ഉറങ്ങണത് വരെ എന്തെല്ലാം വഴക്ക് പറയും, നല്ല വഴക്ക് കൊടുക്കും. ഉറങ്ങി കഴിയുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് പാവവും തോന്നും. അത് പിന്നെ ആ ഉറങ്ങണ സമയത്ത് മാത്രമേ ഉള്ളൂ. ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് അവന് ഉറങ്ങിയ പാവം പോലെ ഉറങ്ങിയതിൻ്റെ ഇരട്ടിക്ക് വീണ്ടും കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഇലയപ്പം എല്ലാം കൂടെ ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് ആക്കിയിട്ട് അടച്ചു വെച്ചാൽ അതിന് കുറച്ച് സമയം വേണമല്ലോ വേവാനായിട്ട്. കേശു അവിടെ റെഡിയായി. മോനെ ആ സമയം കൊണ്ട് ഞാൻ മേലൊക്കെ കഴുകിയെടുത്ത് വന്നിട്ട് തല കുളിപ്പിക്കുള്ളൂ. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ അവനെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഞാൻ പട്ടാള ഡ്രസ്സ് കണ്ട സമയം തൊട്ട് തുടങ്ങിയ മേളമാണ്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു ഡ്രസ്സിൽ പോകാനായിട്ട്. പിന്നെ കുഞ്ഞിലേ തൊട്ടേ അവൻ സംസാരിച്ച് തുടങ്ങി, അവൻ കളിച്ച് തുടങ്ങി ആ ഒരു സമയം തൊട്ട് അവൻ ഈ പട്ടാളം, തോക്ക് അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും ചെയ്യും അവൻ പട്ടാളക്കാരനാണ്. അവൻ ആ ഒരു പട്ടാളം എന്ന് പറയുന്ന ആ ഒരു ഇതിനോട് ഭയങ്കര ആരാധനയുമാണ്, അവന് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പട്ടാളത്തിൻ്റെ പാൻറ്റൊക്കെ ഈ സെയിം അല്ലാണ്ട് നമുക്ക് അങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലേ, ട്രാക്ക് സൂട്ട് മോഡൽ, അതൊക്കെ ഒരുപാട് മോന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഈ ഒരു ഇഷ്ടം കാരണം തോക്കെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും തോക്ക കണ്ടാൽ വാങ്ങിക്കും. എന്നിട്ട് ഈ പട്ടാളത്തിൻ്റെ വീഡിയോകളൊക്കെ എല്ലാം കണ്ടിട്ട് അതുപോലെ അവർ കാണിക്കും പോലെ ഉരുണ്ട് വരും. പിന്നെ ഇഴഞ്ഞു പോയി വെടിവെക്കും. ഒരു മേളമാണ് പട്ടാളം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പട്ടാളത്തിൻ്റെ ഡ്രസ്സ്, ഇത് കേശുവിന് കുറച്ച് വലുതാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്ത ഡ്രസ്സാണ്. പക്ഷെ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഉണ്ടല്ലോ മോനെ വെച്ച് തച്ചത് കണക്കിരുന്ന് നല്ല കറക്റ്റായിരുന്നു മോൻ ആ ഡ്രസ്സ്. ഡ്രസ്സും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് കേശു പിന്നെ പട്ടാളക്കാരെ പോലെ അങ്ങ് ആ ഒരു മാനറിസും ഒക്കെ വരുത്തി തുടങ്ങി ഇപ്പം തന്നെ. കേശു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. 4 മണിയായപ്പോൾ ഉറക്കെഴുന്നേറ്റിരിക്കുന്നത് പട്ടാളക്കാരനായിട്ട് പോവാൻ, അല്ലേ കേശു? ഇന്നലേക്ക് സ്കൂളിൽ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് ആ വന്ദേ മാതരം പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എടുത്തു അല്ലേ കേശു? കേശുവിന് ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. ശരി ശരി ശരി, നല്ല പോലെ ചെയ്യണേ സ്റ്റേജില്. ഓക്കെ, അതാരെങ്കിലും കയറിയിരിക്കട്ടെ. കൈ കടിക്കല്ലേ, വായന്ന് കൈ ഇട്. പട്ടാളക്കാരനാണ്. അതിന്റെ ആ ഒരു ഗാംഭീര്യത്തിൽ വേണം ഇരിക്കും, അല്ലേ? അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി കട തുറന്ന് വെച്ചതിന് ശേഷം വേണം കേശുവിനെയും കൊണ്ട് സ്കൂളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ 8:45 ആകുമ്പോഴേക്ക് സ്കൂളിൽ എത്തണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8:45 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ എന്തോ എനിക്ക് കേശുവിൻ്റെ കാര്യം വരുമ്പോഴേക്ക് ഭയങ്കര ടെൻഷനാണ്. അതുവരെ അല്ലാത്ത ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഇല്ല.
പട്ടാളക്കാരന്മാർ വന്നപ്പോഴേക്കും ആ ഒരു അറ്റ്മോസ്ഫിയറെ മാറി. ആ റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യം നടന്നു വന്നതായിരുന്നു കേശു. കാരണം എല്ലാവരും ഒരേ യൂണിഫോം ആയതുകൊണ്ട് പിള്ളേരെ തമ്മിൽ തിരിച്ചറിയാനൊന്നും പറ്റിയില്ല. അപ്പോൾ കേശുവാണ് ആ റൈറ്റിൽ നിന്ന് ഒരു നാലാമത് നിൽക്കുന്ന ആൾ. എനിക്കിനി ഈ പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ സോങ് ഇല്ലാണ്ട് ഈ ഒരു വീഡിയോ കാണിക്കുമ്പോഴേക്കും അതിൻ്റെതായ ഒരു എഫക്റ്റും വരില്ല. ഇനി കോപ്പിറൈറ്റ് വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇടുകയാണ്. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ കോപ്പിറൈറ്റ് വന്നാലും ഈ സോങ് അങ്ങ് മ്യൂട്ടാക്കാം. അതുവരെ കാണുമ്പോഴേക്കും ആ ഒരു രസം വേണമല്ലോ. ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. പിന്നെ കൊച്ചു പിള്ളേർ എന്തെങ്കിലും തെറ്റിച്ച് കാണിച്ചാലും അത് കാണാനും അതിൻ്റെതായ ഒരു രസവും ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. എല്ലാ പിള്ളേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല രസമായിരുന്നു. ടീച്ചർമാരെ സമ്മതിക്കണം, ഇത്രയും അടുക്കും ചിട്ടയിൽ അവരെ പഠിപ്പിച്ചെടുത്ത് കറക്റ്റായിട്ട് പോയി നിൽക്കുക. അപ്പോൾ കേശുവൊക്കെ കറക്റ്റ് സ്ഥലത്ത് പോയി നിന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു. ചോദിച്ചപ്പോൾ പറയുന്നത് അവിടെ ഇന്ത്യ മാർക്ക് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞ കേട്ട അച്ചടക്കത്തോടു കൂടെ എല്ലാവരും അതേപോലെ കറക്റ്റായിട്ട് നിൽക്കണില്ലേ. അതുകൊണ്ട് എന്തോ ഈ ഒരു എല്ലാവരും കൊള്ളാമായിരുന്നു. എന്നാലും ഇതായിരുന്നു ഏറ്റവും കുഞ്ഞു മക്കളുടേത്. അപ്പോൾ നല്ല രസമായിരുന്നു ഈ ഒരു ഷോ കാണാനായിട്ട്. നമുക്ക് കാണുമ്പോഴേക്കും ഇങ്ങനെ ഒരു രോമാഞ്ചമൊക്കെ വരും പോലെയൊക്കെ തോന്നുമെന്ന് അറിയില്ലേ. ഭയങ്കര ഒരു ഫീലായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നുമെന്ന് അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഫീലായിരുന്നു ഇത് കണ്ടിരുന്നപ്പോൾ.
ഇപ്പൊ മോന്റെ പ്രോഗ്രാം ഒക്കെ അങ്ങനെ കഴിഞ്ഞ് എനിക്ക് എനിക്ക് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. എനിക്കും അങ്ങനെ തന്നെ, ചേട്ടനും അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് അന്ന് മോൻ പ്രോഗ്രാമിന് കയറിയപ്പോഴത്തേക്ക് ഇത്രയും ഒരു ഫീല് തോന്നിയില്ല. പക്ഷെ ഇന്ന് ഒരു ആർമി ഡ്രസ്സിലൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് എന്തോ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്, എന്നാലും ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി. എന്നാൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് എനിക്കങ്ങ് നാണക്കേടും, ആൾക്കാർക്ക് ഇരിക്കുകയല്ലേ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴിവാറായി ഇരിക്കണ. ഇപ്പോഴും ആ കാര്യം പറയുമ്പോഴേക്ക് ഒരു മിനിറ്റ് അങ്ങനെ. അപ്പൊ എന്തോ പ്രോഗ്രാം കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം തോന്നി. കുഴപ്പമില്ല, മോൻ നല്ലതായിട്ട് ചെയ്ത്. പിന്നെ നമ്മള് അത് കഴിഞ്ഞ ക്ലാസ് ഉണ്ട്, അപ്പൊ നമ്മൾ വരാനായിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഒരു കരച്ചിൽ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്, പിന്നെ നിൽക്കാനടക്കം അങ്ങനെ. പിന്നെ യൂണിഫോം ഒക്കെ മാറ്റി കൊടുത്ത് ടീച്ചറങ്ങ് വിളിച്ചുകൊണ്ട് പോയി. ഇങ്ങ് വീട്ടിൽ വന്നിട്ട് എന്തോ നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഇത്രയും ഒരു ഫീല് യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് മോൻ സ്റ്റേജിൽ കയറിയപ്പോഴും ഇതുപോലെ തോന്നിയില്ല. കാരണം അവൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ ഒരു ആർമി ഡ്രസ്സ് ഇടാനായിട്ടൊക്കെ. ഇപ്പൊ എന്തോ ദൈവം സഹായിച്ച് അത് തന്നെ കിട്ടിയപ്പോഴും ഭയങ്കര സന്തോഷം. ചിലപ്പോ നമ്മളെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് എല്ലാം കുറച്ച് ഓവറായിട്ട് തോന്നും. കാരണം ഇതെന്നറിയാമോ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഈ വില അറിഞ്ഞു കിട്ടണത് മാത്രമേ വില മതിക്കാൻ പറ്റാത്തതാവുള്ളൂ. നമ്മൾ അത്ര ഈ നിമിഷമൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ മൊമെന്റും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഭാവനയിലൊക്കെ കണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ, എല്ലാ പാരന്റ്സിനും മക്കൾ ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നുമല്ലോ. നന്നായിട്ട് ആള് ചെയ്ത്, മോൻ നല്ലതുപോലെ ചെയ്ത്. അപ്പൊ എല്ലാം കൂടെ ആയപ്പോ ഭയങ്കര ഒരു എന്ത് പറയുന്നത്, കുറച്ച് പ്രൗഡും പിന്നെ മോൻ്റെ അടുത്തുള്ള സ്നേഹവും വിഷമവും. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നാണക്കേട് നിൽക്കുന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും ചേട്ടനും, അവരെ മോളായിരുന്നു ഭാരതാംബയായിട്ടുണ്ടായിരുന്നത്. അവരെ മോള് ഒരു മുസ്ലിം വേഷമായിരുന്നു. ഞങ്ങളിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചേച്ചി ഇങ്ങനെ കരഞ്ഞ് കണ്ണൊക്കെ ഒലിപ്പിച്ച് ഇത് ഷോളൊക്കെ എടുത്ത് കണ്ണൊക്കെ തുടയ്ക്കുന്നത് ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, കേശു ഒരുപാട് ആഗ്രഹിച്ച വേഷം കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സങ്കടം. ചേട്ടന് ഇതുവരെ മുഖമൊന്നും തെളിഞ്ഞില്ല, ഒരു വിഷമ കണ്ണിൽ തന്നെ ഇരിക്കുകയാണ്. എനിക്കിപ്പോ പറയുമ്പോൾ വിഷമം തന്നെ, അല്ലാതെ കുഴപ്പമില്ല. അപ്പൊ രാവിലെ ഉണ്ടാക്കി വെച്ച നമ്മളെ ഇലയടയൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അത് കഴിച്ചിട്ട് ചന്തയിൽ പോയപ്പോൾ വാള മീനാണ് കിട്ടിയത്. നമ്മളെ തിരുവനന്തപുരംകാര വാള. അപ്പൊ പാമ്പാടെ തളയനോ അതൊക്കെ നിങ്ങളുടെ മീന്, നമുക്ക് വാള അത് കിട്ടി. അതിനെ ഇനി കറി. അപ്പൊ ഇന്നിനി ഒരുപാട് ജോലിയുണ്ട്. രാവിലെ ഒരു ജോലി നടന്നില്ല ഇന്നത്തെ കാര്യം, ഒന്നും ചെയ്യില്ല. ഇനി ചോറ് മുതൽ ഇന്ന് ഇപ്പൊ വെക്കണം. അല്ലെങ്കിൽ രാവിലെ ചോറൊക്കെ വെക്കുന്നതാണ്. ഇനി ചോറ് വെക്കുന്ന ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാണ്ട് എന്റെ അടുക്കളയിൽ നിന്ന് നോക്കണ്ട, അടുക്കളയിൽ നിന്ന് ഒരു ക്ലീനും അല്ലാതെ കിടക്കുകയാണ്. ഇനി ഇതെല്ലാം വൃത്തിയാക്കി മീൻ വെക്കണം, വാള മീൻ വെക്കണം, പൊരിക്കണം, അവിക്കണം, അങ്ങനെ കുറെ പരിപാടിയുണ്ട്. പിന്നെ മരിച്ചിന് വെക്കണം. അപ്പോൾ ഇന്നലെ ചോറൊന്നും വെച്ചില്ല. ഇന്നലെ ചോറ് വയ്ക്കാത്തതും പറഞ്ഞില്ല, അമ്മ അങ്ങ് പോയി. പിന്നെ ഇന്നലെ ഫുൾ ടൈം ഞാനും കടയിലായിരുന്നു. ഞാൻ ഇന്നലെ വന്നില്ല. എനിക്ക് ഈ കൈവേദന ഒരു കുറവുമില്ല കേട്ടാ. ഇനിയിപ്പോൾ തേങ്ങ തിരുവാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ 2 ദിവസം കൊണ്ട് ഭയങ്കര കൈവേദന. പിന്നെ അങ്ങനെ നോക്കിയിരുന്നാൽ പറ്റൂലല്ലോ, നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കൂല. പിന്നെ ആദ്യം അരി എടുപ്പിട്ടിട്ട്, അരിക്കാണെങ്കിൽ ചോറിനാണെങ്കിൽ കുറച്ച് വേവുണ്ട്. സമയം ഇപ്പൊ തന്നെ താമസിച്ചു. അരി അടുപ്പിലിട്ടാ അത് അവിടെ കിടന്നങ്ങ് വേവുള്ളൂ. പിന്നെ നാളെ ഇനി ആടി ഇറുതിയാണ്. ഇനി ആടി ഇറുതിയായിട്ട് നാളെ ഇനി കുറെ പരിപാടികളുണ്ട്. കുറെ പരിപാടി എന്ന് വെച്ചാൽ ഫുൾ ക്ലീനിങ് ആണ്. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ ആടി ഇറുതി അങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നാളെ ആടി ഇറുതിയാണ്. ആടി മാസം തീരെയില്ലേ, ആടി മാസം തീരുമ്പോഴാണ് നമ്മൾ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി എന്തോന്ന് പറയാനായിട്ട് അങ്ങനെയൊക്കെ കുറെ കലാപരിപാടികളുണ്ടല്ലോ. പഴയ സാധനങ്ങളൊക്കെ എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ട് കളയുകയും ഒക്കെ ചെയ്യണത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നാളെയാണ്. വാള
2 വാളയാണ് വാങ്ങിച്ചത്. 2 വാള 200 രൂപ. അപ്പോൾ ഇനി ഇതിനെ വൃത്തിയാക്കട്ടെ. ഇതിനെ അറുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കാണും. അപ്പോൾ എന്താ ആ വാളമീനിനെ കറി വയ്ക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ച്, കുറച്ചെടുത്ത് പൊരിക്കാനായിട്ട് വെച്ച്, പിന്നെ കുറച്ച് അവിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അവിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ ആവിയിൽ അവിച്ചെന്നല്ല പറയണത്. പക്ഷെ നമ്മളിങ്ങനെ പച്ചമുളകും കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുള്ളൂ. കുറച്ച് ഉപ്പും, ഞാൻ ചെയ്യണതാണ്, ഞങ്ങളിവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. കുറച്ച് ഉപ്പിടും, കുറച്ച് പച്ചമുളക് കീറിയിടും, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിന് നന്നായിട്ടങ്ങ് വേവിക്കും. ഇതിലാകെപ്പാടെ മസാല എന്ന് പറയുന്നത്, മസാല എന്നല്ല, ആ എരിവിന് പച്ചമുളകും ആ ഒരു മസാലയുടെ പേരിൽ ആ ഒരു മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുണ്ട്, ഇതുപോലെ വേവിച്ച് വെച്ചിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ കറിവേപ്പിലേക്ക് വേണമെങ്കിൽ ഇടാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണോണ്ട് വാള അവിച്ചെന്നാണ് പറയണത്. പക്ഷേ വാള ആവിയിൽ അവിച്ചെടുക്കണതല്ല. അപ്പോൾ വാള മീൻ വെച്ച് 3 രീതിയിൽ വാള മീനിനെ കൺവേർട്ട് ചെയ്താക്കി വെച്ചിട്ടുണ്ട്. പൊരിച്ചാലും കിടിലൻ മീനല്ലേ, ഭയങ്കര ടേസ്റ്റല്ലേ, മുള്ളൊന്നും അധികമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി മരിച്ചിനി വാങ്ങിച്ചു. മരിച്ചിനി അവിക്കണം, അല്ല മരിച്ചിനി വേവിക്കണം. ചോറും മരിച്ചിനിയും, മീൻ പൊരിച്ചത്, മീൻ കറി വെച്ചത്, മീൻ അവിച്ചത്, ഇതാണ് ഇന്നത്തെ കറി. മരിച്ചിനി കുറച്ചേ എടുക്കണുള്ളൂ, കാരണം ചേട്ടൻ അത്ര അധികം കഴിക്കൂല. പിന്നെ ഒരു നേരത്തേക്ക് രാത്രി ഇത് കഴിക്കുകയില്ല, പിന്നെ എനിക്ക് മാത്രം മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് മരിച്ചിനി എടുത്ത് ഉടച്ച് വെക്കുകയാണ്. മീൻ കട്ട് ചെയ്യണതും കാര്യങ്ങളൊന്നും പിന്നെ കാണിക്കാത്തതാണ്, അതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വാളമീൻ പെട്ടെന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടേക്കണേ. അപ്പോൾ നമ്മൾ വാളമീൻ മിക്കവാറും അങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോഴേക്കും മരിച്ചിനി നല്ല വേവണ മരിച്ചിനിയായിരുന്നു. അപ്പോൾ അതും കൂടെ ഉടച്ചെടുത്ത്. എന്നാൽ ചിലവർക്ക് മരിച്ചിനി ഇങ്ങനെ അധികം വേവാത്ത മരിച്ചിനിയും ഇങ്ങനെ കണവ തോരനും ഒക്കെ കഴിക്കാനായിട്ടൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. വേവാത്ത മരിച്ചിനിയുടെ കൂടെ അതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ നല്ല വേവണ മരിച്ചിനിയാണ് ഇഷ്ടം. അപ്പോൾ അമ്മയൊക്കെ പറയണേക്കാം വേവാത്ത മരിച്ചിനിയും കരുവാടും കൂടിയൊക്കെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണെന്ന്. നമുക്കങ്ങനെ വേവാത്ത മരിച്ചിനി കിട്ടിയാലാണ് അത് അടിച്ച് തോരൻ വെക്കാനും, അല്ലെങ്കിൽ മരിച്ചിനി തോരൻ വെക്കും, മരിച്ചിനി അവിയൽ വെക്കും. അതൊക്കെ ഈ വേവാത്ത മരിച്ചിനി കിട്ടിയാലേ പറ്റുള്ളൂ. നല്ല വെന്തോണ മരിച്ചിനി ആണെങ്കിൽ അതങ്ങ് വെന്ത് കുഴഞ്ഞു. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരുപാട് മീൻ കാര്യങ്ങൾ, ഒരുപാട് ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കണതിൻ്റെ അന്നായിരിക്കും മിക്കവാറും ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കണേക്കാളും സന്തോഷങ്ങൾ പറയണതാണ് കൂടുതലിഷ്ടം. നമ്മൾ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സമയം മെനക്കെടുത്തി ഒരു വീഡിയോയോ എന്തെങ്കിലും കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണുന്നവരായിരിക്കും. അപ്പോൾ കുറച്ചൊരു റിലാക്സേഷന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളും നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ, ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്നും ഇതുപോലെ 5 കറി ഇഞ്ചി നാരങ്ങയും, എന്നും സന്തോഷവും സമാധാനവും എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ വീട്ടിലുള്ള പോലത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും ഉണ്ട്. കാരണം എനിക്ക് മിക്കവാറും അങ്ങനെയൊക്കെ കമൻറ്റൊക്കെ വരാറുണ്ട്, ചേച്ചിയുടെ വീട്ടിലൊക്കെ എന്ത് സന്തോഷമാണ്, നിങ്ങളെല്ലാവരും എന്ത് സന്തോഷമായിട്ടാണ് ഇരിക്കണതെന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ മാത്രമല്ല, എല്ലാവരുടെ ജീവിതം എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മളെ ജീവിതവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ലത് മാത്രം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യണത്. ഇന്നലെ ആണെങ്കിൽ ഇവിടെ ഞാൻ ഒരു വകയും വേവിച്ചില്ല. രാവിലെ കേശുവിനെ കൊണ്ടാക്കിയിട്ട് നേരെ കടയിൽ പോയി. അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ, നേരെ കടയിൽ പോയിട്ട് പിന്നെ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറോ ഒന്നും വെച്ചില്ല. ഒരു ജോലി വീട്ടിൽ നടന്നതുമില്ല. മോനെ അയക്കണത് ഒഴിച്ചാൽ ബാക്കി ഒരു കാര്യങ്ങളും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. വാങ്ങിയപ്പോൾ നല്ല മീൻ കിട്ടിയപ്പോൾ അത്രയ്ക്ക് അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വാള ഇവിടെ കറി വയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വാള വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ പച്ചമുളക്, തക്കാളി, ഈ വക സാധനങ്ങളൊന്നും അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ വെറുതെ അങ്ങ് തേങ്ങ അരച്ച്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ അരച്ചങ്ങ് വയ്ക്കുകയാണ് ചെയ്യണത്. കാരണം ഒരു കൊച്ചു എൻ്റെ അടുത്ത് എപ്പോഴും പറയും,
ചേച്ചി മീൻകറിയുടെ റെസിപ്പി എന്താ കാണിക്കാത്തത്, എന്ത് ഷെയർ ചെയ്യാത്തത്, ഞാൻ എത്രയും വട്ടം ചോദിച്ചെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ, അപ്പോൾ ഇതും അങ്ങനെ അധികം കാണിക്കാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ മീൻകറിയുടെ റെസിപ്പി കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ മീൻകറിയും റെഡിയായി. ഇനി ആ കടുകും കൂടെ താളിച്ചൊഴിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ടെക്സ്ചർ ഫുള്ളായിട്ട് അങ്ങ് മാറുള്ളൂ. പിന്നെ നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് കൊച്ചുള്ളി ഒരുപാട്, എനിക്കാണെങ്കിൽ ഒരുപാട് കൊച്ചുള്ളി വേണം. ആ ഒരുപാട് കൊച്ചുള്ളി ഇടുമ്പോഴാണ് നല്ല മണവും നല്ല ഒരു രുചിയും വരുള്ളൂ. അങ്ങനെ നല്ല മീൻകറിയായിരുന്നു. നല്ല മീൻകറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പച്ച മീനായിരുന്നു. പച്ച മീൻ കിട്ടിയാൽ മീൻകറി വയ്ക്കുമ്പോൾ നമ്മളിനി എങ്ങനെ കാട്ടിക്കൂട്ടി വെച്ചാലും ആ മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് വേറൊരാൾ കഴിച്ചിട്ടല്ലേ അതിൻ്റെ കാര്യം പറയാം. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ സമയം 2 മണിയായി. ഇന്ന് ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ കേശുവിനെ വിളിക്കാൻ പോകേണ്ട സമയവുമായി. രാവിലെ മോന് കൊടുത്ത പാലാണേ, അവൻ കുടിച്ചില്ല. അവരിന്ന് ഭയങ്കര പോണേൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ഇപ്പോൾ പാലൊന്നും കുടിക്കാതെയാണ് പോയത്. അപ്പോൾ പിന്നെ ഞാൻ കാച്ചി വെച്ചിരിക്കുകയല്ലായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ച് അതങ്ങ് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാങ്ങിച്ച തൈര് ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ നല്ല കട്ട തൈര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളം ചൂട് പാലിൽ വേണം ഒഴിക്കാനായിട്ട്. ഇതൊക്കെ അറിയാമെന്നുള്ളവർക്ക് പറയണതല്ല, ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത കുറച്ച് പിള്ളേരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടി പറയണതാണ്. കാരണം ചിലത് കാണുമ്പോൾ വിചാരിക്കും എന്തോന്ന് തൈരിന് ഒഴിക്കേണ്ടതൊക്കെ അറിഞ്ഞുകൂടാത്ത കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കാണും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിതാ കുറച്ച് തൈര്, 1 സ്പൂണൊക്കെ ഒഴിച്ചാലും മതി, ഒരുപാടൊന്നും ഒഴിക്കണമെന്നില്ല. പക്ഷെ നല്ലതുപോലെ ഇതിനൊന്ന് ഇളം ചൂട് വേണം കേട്ടോ, എന്നാലേ നല്ല വെണ്ണ പോലത്തെ തൈര് കിട്ടുള്ളൂ. ഇനി ഇതിനെ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി. അത് അവിടെ ഇരുന്ന് ഓരോ റിയാക്ഷനൊക്കെ നടത്തി നല്ല കട്ട തൈരായിട്ട് മിക്കവാറും ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും കിട്ടണം. പിന്നെ നമുക്ക് ഇതാകുമ്പോൾ പുളിപ്പ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിന് പുളിപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ സമയം വെച്ചിരിക്കാം. അല്ല പുളിപ്പ് കുറഞ്ഞ തൈരാണെങ്കിൽ അങ്ങനെ എടുക്കാം, നമ്മൾ ഇഷ്ടത്തിന് എടുക്കാമല്ലോ. അപ്പോൾ തൈര് അവിടെ റെഡിയാക്കി വെച്ച് നല്ല അല്ലേ, രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇപ്പോൾ ഒത്തിരി വെയിലുണ്ട്. എനിക്ക് തുണി കഴുകിയിട്ടിരുന്ന ഇതുകൂടി കൊണ്ട് വിരിച്ചില്ല, തുണിയും കൂടെയൊക്കെ വിരിക്കാനുണ്ട് മുകളിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റായി. ഇനി ഞാൻ കേശുവിനെ വിളിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. കഴിക്കാനും സമയമില്ല, ഇനി പോയിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ 1-2 പാത്രം സിങ്കി കിടക്കണം, അതും കൂടെ കഴുകി വെച്ചിട്ട് ഓടിപ്പോണം. ഇപ്പോൾ എനിക്ക് എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇടുകയും ചിലപ്പോൾ 1, 2, 3 കമൻറ്റൊക്കെയാണ് പുള്ളിക്കാരി ഇട്ടണത്. സംഗീത എന്നാണ് അതിൽ കണ്ടത് പേര്. അപ്പോൾ പുള്ളിക്കാരി പറയാനുണ്ടായിരുന്നു, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം, അയ്യോ ചേച്ചി ഒന്നും വിചാരിക്കല്ലേ, വിഷമമാണെങ്കിൽ പറയണേന്ന്. എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളും പറയാറില്ല സംഗീത, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ആളെനിക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ക്ലീനിങ് ഒക്കെ എന്താ കാണിക്കാത്തത്, അതോടെ ഒന്ന് കാണിച്ചെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അത് നന്നായിരിക്കില്ലേന്ന് ചോദിച്ച്. അത് ശരിയാണ്, എന്തായാലും എൻ്റെ അടുത്ത വീഡിയോ ആടി അറുതിയാണ്. അപ്പോൾ ഫുൾ ക്ലീനിങ് ആയിരിക്കും, നമുക്കിവിടെ അങ്ങനെയാണല്ലോ, ഫുൾ ക്ലീനിങ് ആണ്. അപ്പോൾ നാളത്തെ ദിവസം അത് തന്നെ ആയിരിക്കും. അപ്പോൾ രാവിലെയൊക്കെ മിക്കവാറും അതും കൂടെ കാണിക്കുമ്പോൾ വീഡിയോ വീണ്ടും ലോങ് ആവും. ഇപ്പം തന്നെ 30 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സെക്ഷനൊക്കെ അങ്ങ് ഒഴിവാക്കിയത്. ഇനിയും നിങ്ങൾ ഇതുപോലുള്ള സജഷൻസ് തരുമ്പോഴാണ് ശരി അതും കൂടെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. ഇനി അടുത്ത വീഡിയോ എന്തായാലും സംഗീത പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റായി. ഞാൻ റൂമിനകത്തോട്ട് പോട്ടെ. അയ്യോ എനിക്ക് വയ്യ, റൂം കണ്ട എന്നെ തലപ്രാന്തെടുക്കും. എന്തായാലും കുറച്ചൊന്നും ഒതുക്കുക. എല്ലാം അവിടെ കിടക്കിയിട്ട് റൂമിൻ്റെ കോലെന്നൊക്കെയാണ്. രാവിലെ തേക്കാനായിട്ട് എടുത്തു വെച്ചതാണ്, അതിലിട്ടാണ് തുണി തേച്ചത്. രാവിലെ അടിച്ച സ്പ്രേ, കേശുവിൻ്റെ നോട്ട്ബുക്കുകൾ, രാവിലെ കുളിക്കാനായിട്ട് എടുത്ത ടവല്, ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് എല്ലാം അവിടെ കിടപ്പുണ്ട്. മോൻ്റെ ID കാർഡ് വരെ അവിടെ കിടക്കുകയാണ്. എല്ലാം ഒന്ന് ഒതുക്കട്ടെ, പെട്ടെന്ന് ഒതുക്കട്ടല്ലോ. പെട്ടെന്ന് ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേശുവിനെ വിളിക്കാൻ പോകാനായിട്ട് സമയമായി. ഇപ്പം തന്നെ 2:10 2:20 ആകുമ്പോഴേക്ക് ചേട്ടൻ വരും. അതിന് മുന്നേ ഇത് മൊത്തം ഒന്ന് ഒതുക്കി പറക്കണം. രാവിലെ അങ്ങനത്തെ ഓട്ടം വെച്ച ഓട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. എന്തൊക്കെ സാധനങ്ങൾ എടുത്തോ അതൊക്കെ ഞാൻ അവിടെ തന്നെ ഇട്ടേക്കാണ്. ഇനി എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് ഒന്ന് എന്തോന്ന് പറയാനായിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് സെറ്റാക്കിയതിന് ശേഷമേ മോനെ വിളിക്കാൻ പോകാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് കയറി വരുമ്പോൾ വീടൊരു വൃത്തിയില്ലാതെ കിടന്നാലുണ്ടല്ലോ, അയ്യോ എന്തോ പോലെയാണ്, ഭയങ്കര നെഗറ്റിവിറ്റി അടിക്കും അപ്പോൾ തന്നെ.
അപ്പോൾ ഇതിപ്പോൾ വേറൊന്നുമില്ല, സാധനങ്ങൾ പറക്കിയിട്ട് തന്നെ മാത്രം തിരിച്ചെടുത്ത് വെച്ചാൽ മതി. ബാക്കി നീറ്റ്നെസ്സിന് കുഴപ്പമൊന്നുമില്ല, അല്ലാതെ കിടക്കുകയാണ്. പിന്നെ ഒന്നും എന്തായാലും അടിച്ച് വരണമല്ലോ. അപ്പോൾ അതിൽ മോൻ്റെ ID കാർഡ് പോലും എടുത്ത് വെച്ചില്ല, എല്ലാം അവിടെ കിടക്കണം ഓരോരോ സാധനങ്ങളായിട്ട്. ഇനി അത് എൻ്റെ കണ്ണാടിയാണ് കേട്ടോ, ഞാൻ ബാഗിൽ വെച്ചിരുന്നതിൻ്റെ കേശു കൂടെ ബാഗ് ഒരു പരിശോധനയുണ്ട്. അപ്പോൾ അതിലിരിക്കുന്ന സാധനങ്ങൾ ഫുൾ എടുത്ത് വെളിയിലിടും. അങ്ങനെ എടുത്തിട്ടതാണ് എൻ്റെ ആ കണ്ണാടിയും. ഇനി കേശുവിൻ്റെ ഈ ഡ്രസ്സുണ്ടല്ലോ, പട്ടാള ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെക്കണം. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, തീരെ ലോക്കൽ ഡ്രസ്സൊന്നും അല്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം 655 രൂപയ്ക്ക് ഫുൾ സെറ്റ് കിട്ടിയതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയാണ്. അതിൻ്റെ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, തൊപ്പിയൊക്കെ സൂപ്പറായിട്ടുള്ള തൊപ്പിയായിരുന്നു. പാൻറ്റായാലും ഷർട്ടായാലും. നമുക്കിനി പാൻറ്റ് ഷർട്ട് ഇടുമ്പോൾ മാത്രമല്ല ഒരു പട്ടാളം ലുക്ക് ഫുള്ള് വരുള്ളൂ. ഇല്ലെങ്കിൽ ആ പാൻറ്റ് മാത്രം ഇട്ടും കൊണ്ട് നമുക്ക് ഈ ട്രാക്ക് സൂട്ട് പോലെ ഇട്ടുകൊണ്ട് പോവാം. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം, അടുത്ത വർഷവും കേശു സോൾജിയർ ആയാലും വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കാമല്ലോ എന്നൊരു ചിന്തയും ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറയണോ വേറെ ജോലിയില്ല, ഇനി ഇത് തന്നെ അടുത്ത വർഷത്തോട് മോൻ്റെ ആഗ്രഹത്തിന് അവ ഇടട്ടെ എന്ന്. ചിലപ്പോൾ ആളങ്ങ് വെച്ചിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റൂല. അങ്ങനെ അതൊക്കെ എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് ഇനി ഒന്ന് തൂത്തും കൂടെ ഇട്ടിട്ട് പോയാൽ ആ ഒരു സമാധാനം ഉണ്ടല്ലോ വന്ന് കയറുമ്പോഴേക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഭവങ്ങളെല്ലാം. ഇനി കുറച്ച് തുണി കഴുകി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുകളിൽ വിരിക്കണം. മുറിയൊക്കെ എല്ലാം ക്ലീൻ ആക്കി ഇട്ടപ്പോഴേക്ക് കേശുവിനെ വിളിക്കാൻ സമയമായിപ്പോയി. പിന്നെ ഓടിപ്പോയി മോനെയും വിളിച്ചുകൊണ്ട് വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഇനി ഇതായി തുണി വിരിച്ചിട്ടില്ലെങ്കിൽ ശരിയാവൂല. ഇന്നലെ കഴുകി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.